ഇസ്രായേലുമായി ബന്ധപ്പെട്ട യുദ്ധമാണ് 2023 മുതൽ ലോകത്ത് നടക്കുന്നത്. അത് വ്യത്യസ്ത രാജ്യങ്ങൾ, ഒരു പക്ഷം ഇസ്രായേലും മറുപക്ഷം അറേബ്യൻ രാജ്യങ്ങൾ, അതല്ലെങ്കിൽ ബന്ധപ്പെട്ട രാജ്യങ്ങൾ, ആ തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതിൻ്റെ ദുരിതവും ദുരന്തവും, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായാൽ യഥാർത്ഥത്തിൽ ആ രാജ്യത്തെ മാത്രം ബാധിക്കുന്ന വിഷയമായിട്ടാണ് അവസാനിക്കാറുള്ളത്. ഇസ്രായേലുമായിട്ട് തൊട്ട വിഷയങ്ങളെല്ലാം ലോകത്തെ ആകപ്പാടെ ബാധിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അങ്ങനെ യുദ്ധം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായി ചർച്ചാ സംബന്ധമായ കാര്യങ്ങൾ വരും, മധ്യസ്ഥർ വരും, വെടിനിർത്തൽ വരും. അങ്ങനെ സാധാരണഗതി ഉണ്ടാവുന്ന കാര്യമാണ്. എന്നാൽ 2023 തുടങ്ങിയ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ഒരു പക്ഷത്ത് ഇസ്രായേൽ ആണെങ്കിൽ പോലും ഇസ്രായേലിനെ മധ്യസ്ഥതയിലേക്ക് ക്ഷണിക്കപ്പെടുകയോ അവർ വരികയോ അതല്ലെങ്കിൽ അവർ ഹാജരാകണം, അവർ സംബന്ധിക്കണമെന്ന് മറ്റ് ലോക രാജ്യങ്ങൾ പറയുകയോ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാത്തത്? ഈ വിഷയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇസ്രായേലിനെ ചർച്ചയ്ക്ക് വിളിക്കാത്തത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു ആശയമുണ്ടാവും, അതല്ലെങ്കിൽ അതിനൊരു ഉദ്ദേശ കാര്യങ്ങളുണ്ടാവും. ആ കാര്യം തീർച്ചയായിട്ടും അറിയേണ്ടതാണ്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, അതല്ലെങ്കിൽ പുതിയൊരു ചരിത്രം സൃഷ്ടിക്കപ്പെട്ടതാണ് അന്ന്. അതിനുശേഷം പിന്നീടുണ്ടായിരിക്കുന്ന പല സംഭവങ്ങളും ഓരോന്നിൻ്റെയും തുടർച്ചയായ രീതിയിൽ തന്നെയാണ് എന്ന് അനുമാനിക്കാവുന്നതാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമാണ് റഷ്യയുടെയും ഉക്രൈൻ്റെയും തമ്മിൽ ഉണ്ടായിരിക്കുന്ന യുദ്ധം. ആ യുദ്ധം ഏകദേശം 5ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചിട്ട് പോലും ലോക വിപണിയെയോ ലോക സാമ്പത്തിക മേഖലയെയോ ലോകത്തിലെ പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെയോ അത് ബാധിച്ചിട്ടില്ല. കാര്യം അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായിട്ട് തന്നെ തുടരുകയാണ്. പക്ഷേ ചെറിയ രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇസ്രായേലിൽ നിന്ന് ഏകദേശം 2000 കിലോമീറ്റർ മാറിയിട്ടാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യമുള്ളത്. അത് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെയോ പേർഷ്യയുടെ ഭാഗമാണ്. ഇവർ തമ്മിലൊരു ആക്രമണ യുദ്ധം ഉണ്ടായ സമയത്ത് ലോകത്തെ സാരമായിട്ട് അത് ബാധിക്കപ്പെട്ടു. അതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇപ്പോഴും അനുഭവിക്കുന്നു. ഇസ്രായേൽ എന്ന് പറയാം 1948 സ്വാതന്ത്ര്യമായിരിക്കുന്ന അല്ലെങ്കിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയിരിക്കുന്ന രാജ്യമാണ്. ആരാ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി? ഇസ്രായേൽ തന്നെ. തങ്ങൾ രാജ്യം സ്വാതന്ത്ര്യമായിട്ടുണ്ട് എന്ന് തങ്ങൾ തന്നെ, അത് ബെൻഗൂരിയനാണ് ആ കാര്യങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടത്. ഇസ്രായേൽ സ്വതന്ത്ര റിപ്പബ്ലിക് ആയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കപ്പെട്ടത് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരി തന്നെയാണ്. അങ്ങനൊരു സംഭവം ഇതാദ്യമായിട്ടാണ്. മിഡിൽ ഈസ്റ്റിൽ അറേബ്യൻ രാജ്യങ്ങൾക്ക് സൈനിക മേധാവിത്വമുള്ള ഒരു സംവിധാനം ഇല്ലാതാക്കാൻ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സൈനികപരമായ രീതിയിൽ ശക്തി നേടേണ്ടത് അനിവാര്യമാണ് എന്ന് ചിന്തിക്കുകയും അതിനനുസരിച്ച് സായുധ സഹായങ്ങൾ നൽകുകയും ചെയ്തത് അന്ന് ബ്രിട്ടനായിരുന്നു. ഒന്നാം ലോക യുദ്ധകാലത്തൊക്കെ വലിയ തരത്തിൽ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയുമുള്ള രാജ്യത്തിൻ്റെ പേര് ബ്രിട്ടനാണ്. 2ാം ലോക യുദ്ധത്തിൽ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആണവ സ്ഫോടനം നടത്തിയതോടുകൂടിയാണ് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഹീറോയിസമായിട്ട് മാറിയത്. പിന്നീട് ഈ മേഖലയിൽ ഇസ്രായേലിനെ സംരക്ഷിക്കുക എന്നുള്ള ദൗത്യവും ഉത്തരവാദിത്വവും അമേരിക്ക ഏറ്റെടുത്തു. അപ്പോൾ ഈ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യം ഇസ്രായേൽ. യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും സംവിധാനങ്ങളും ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇസ്രായേൽ. F-35 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ 35 എണ്ണങ്ങാനുണ്ട് ഇസ്രായേലിൻ്റെ കൈവശത്തിൽ. 1968 അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് 4 രാജ്യങ്ങളോട് നേരിട്ടും ഏകദേശം ഒരു 5-6 രാജ്യങ്ങളോട് അല്ലാത്ത രീതിയിലും ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് ജയിച്ച രാജ്യം ഇസ്രായേൽ. അങ്ങനെ ഒരുപാട് ക്രെഡിറ്റുകൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു രാജ്യമല്ല, അതൊരു ചാരി നിൽക്കുന്ന ഒരു ചുമരാണ്. അതിൻ്റെ പിന്നാമ്പുറം അമേരിക്കയാണ്. ഇപ്പോൾ ഉള്ളത് 1ാം ലോക യുദ്ധം മുതൽ ഏകദേശം 2ാം ലോക യുദ്ധം വരെ അത് ബ്രിട്ടനായിരുന്നു. പിന്നീട് ആ ദൗത്യം അമേരിക്ക ഏറ്റെടുത്തു. അപ്പോൾ അമേരിക്ക എന്താണോ പറയുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾക്കതിൽ നിന്നൊന്നും മനസ്സിലാകാത്ത രീതിയിലുള്ള വിഷയങ്ങളൊക്കെ പലതും വരും. കാര്യം ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട, ഇപ്പോൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം 1ാം ഘട്ടത്തിലും 2ാം ഘട്ടത്തിലും തുടങ്ങിയത് ഇസ്രായേൽ തന്നെയാണ്. 1ാം ഘട്ടത്തിലെ യുദ്ധം എന്ന് പറഞ്ഞാൽ അമേരിക്കയും ഇറാനും തമ്മിൽ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചിട്ട് ചർച്ച ചെയ്ത് അത് രമ്യതയിലെത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. 5ാം ഘട്ട ചർച്ച ഒമാനിൽ വെച്ച് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാന കാര്യങ്ങളൊക്കെ ചെയ്തു. അതിന് ദിവസം നിശ്ചയിച്ചതിൻ്റെ 3 ദിവസം മുൻപാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്ന സമയത്ത് ഇത് അമേരിക്കക്ക് അറിയില്ല എന്നുള്ളതാണോ? അല്ല, അമേരിക്കക്ക് അറിയാം. അമേരിക്കയാണ് അത് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ യുദ്ധം കഠിനമായ സമയത്ത് 12-13 ദിവസത്തോളം നീണ്ടുനിന്ന ആ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ
ഈ ഇസ്രായേൽ പരാജയപ്പെടും എന്ന് ഉറപ്പായ സമയത്ത് പിന്നീട് ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചുകൊണ്ട് ഈ ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി ഇറാനെ അമേരിക്ക ആക്രമിച്ചു. എന്നിട്ടും ഇറാന് ഒരു കുലുക്കം ഉണ്ടായിട്ടില്ല, തകർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ഒന്നാം ഘട്ടത്തിൽ അവിടെ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യം ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വൺ സൈഡായിട്ടാണ്. അതല്ലാതെ ചർച്ചാ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടൊന്നുമല്ല. വലിയ സാമ്പത്തിക നഷ്ടവും സൈനിക നഷ്ടവും എല്ലാം ഇസ്രായേൽ ഉണ്ടായ സമയത്ത് ഇത് മുന്നോട്ട് പോയാൽ അതിനേക്കാൾ പ്രഹരം ഏൽക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നിലപാടെടുത്തത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം മുമ്പ് ആക്രമിക്കുന്നു. ഇനി രണ്ടാം ഘട്ട വെടിനിർത്തൽ വിയന്നയിൽ വെച്ച് ഏറ്റവും ഒടുവിൽ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു ഇറാനും അമേരിക്കയും തമ്മിൽ. അതിന് 2 ദിവസം മുമ്പ് വീണ്ടും ഇസ്രായേൽ ആക്രമിച്ചു. അതിന് സപ്പോർട്ട് ചെയ്തിട്ട് അമേരിക്ക പറഞ്ഞു ഞങ്ങളും ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇസ്രായേൽ മാത്രമാണ് ആക്രമിച്ചത്. അപ്പോൾ ഈ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ടതിന് 2 ദിവസം മുമ്പ് ഇത് കലക്കണം, അതായത് സൈനികപരമായിരിക്കുന്ന ശക്തി ക്ഷയിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിന് ഇസ്രായേലിനെ വിട്ടിട്ട് അമേരിക്ക കളിക്കുന്ന നാടകത്തിൻ്റെ ഭാഗമാണ് ഇത് എന്നുള്ളത് ഒരു കൃത്യമാണ്. അതല്ലാത്ത രീതിയിൽ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് ഒരിക്കൽ പോലും ഇറാനെ പരാജയപ്പെടുത്താൻ ഇസ്രായേലിന് സാധിക്കില്ലെന്ന് ഇസ്രായേലിനും അറിയാം, ലോകത്തിനും അറിയാവുന്ന കാര്യമാണ്. ഇനി ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം വന്ന സമയത്ത് നമ്മൾ നോക്കണം. അമേരിക്കയും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ഡൊണാൾഡ് ട്രംപ്. ഈ 3-ാം ഘട്ടത്തിലാണ് പറയുന്നത്. 14 ദിവസത്തെ 2 ആഴ്ചത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച അന്നത്തെ രാത്രി ഇസ്രായേൽ ലെബനാൻ ആക്രമിച്ചു. ഏകദേശം 200ഓളം ആളുകൾ കൊല്ലപ്പെട്ടു, 100 ആക്രമണം നടത്തി എന്നുള്ളത് ഇസ്രായേൽ തന്നെ സമ്മതിക്കുകയും ചെയ്തു. ഇനി രണ്ടാമത്തെ വിഷയം പറയുന്നത്, ഇനിയിപ്പോൾ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച നാളെ ആരംഭിക്കുകയാണ്. സമാധാന ചർച്ച ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട് 2-ാം ഘട്ടത്തിൽ നാളെ ആരംഭിക്കാൻ തീരുമാനിച്ചു. ഇന്ന് അവിടെ വീണ്ടും ആക്രമണം നടത്തി. 4 പേരുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടു. അത് ആംബുലൻസിൽ രോഗിയുമായിട്ട് പോകുന്ന വാഹനത്തിന് നേരെയാണ് ആക്രമണം നടത്തിയത്. അതിലുള്ളവരാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നത്. മരണസംഖ്യ ഇനി കൂടുതലുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് 5 കരാറുകളാണ്. ഈ 5 കരാറിലും ഇസ്രായേൽ അതിന് മുൻപായിട്ട് ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്താ അവരുടെ ഉദ്ദേശ കാര്യങ്ങൾ എന്ന് പറയുന്നത്? സമാധാനമില്ലാത്തൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്? അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിരിക്കുന്നൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ഇസ്രായേൽ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അത് ലോകത്തോട് ഇസ്രായേൽ വിളിച്ചു പറഞ്ഞത്. അതിൽ ഇസ്രായേൽ മനസ്സിലാക്കുന്നത് 1967 അറബ് ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ടതിന് ശേഷം ലോകത്തിൽ വൻ ശക്തി സൈനികപരമായും ആയുധമായിട്ടും മുന്നേറാൻ വേണ്ടി ഇസ്രായേൽ ശ്രമിക്കുകയും ചെയ്തു. അതിലവർ വിജയിക്കുകയും ചെയ്തു. എല്ലാവിധ ഒത്താശകളും സഹായങ്ങളും എല്ലാ ഘട്ടങ്ങളിലും അമേരിക്ക ഇസ്രായേൽ ചെയ്തു കൊടുത്തതെന്ന് മാത്രമല്ല, വർഷത്തിൽ അമേരിക്കയുടെ രാജ്യ വികസനവുമായി ബന്ധപ്പെട്ടും പ്രതിരോധ കാര്യത്തിന് വേണ്ടിയിട്ടും അമേരിക്ക നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ അമേരിക്ക പ്രഖ്യാപിക്കുന്ന ബജറ്റിൽ എല്ലാ വർഷവും എന്ന് പറഞ്ഞ പോലെ തന്നെ ഇസ്രായേലിന് പ്രത്യേകമായിരിക്കുന്ന ഒരു പാക്കേജ് തന്നെ അവർ നടപ്പിലാക്കാറുണ്ട്. അതായത് അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് ആയിട്ടാണ് ഇസ്രായേലിനെ കാണുന്നത് എന്ന് ചുരുക്കം. ഇപ്പോൾ ഈ അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് അമേരിക്കക്ക് വലിയ രീതിയിലുള്ള സൗഹൃദ ബന്ധങ്ങളുണ്ട്. ലോകത്തിന് അത് അറിയാവുന്നതാണ്. അറേബ്യൻ രാജ്യങ്ങൾ പല സ്ഥലത്തും അമേരിക്കക്ക് സൈനിക ബേസുണ്ട്. ആ ബേസൊക്കെ എന്തിനാണ് വെക്കുന്നത്? ആ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മറ്റേതെങ്കിലും രാജ്യങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ അതിനെ തിരിച്ച് പ്രഹരിക്കാൻ വേണ്ടി അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങൾ ഈ ഭൂപ്രദേശത്ത് ഉണ്ടാവണമെന്ന് ആ രാജ്യത്തിന് നിർബന്ധമാണ്, അമേരിക്കക്ക് നിർബന്ധമാണ്. അങ്ങനെ റഷ്യയുടെയോ ചൈനയുടെയോ ഏതെങ്കിലും രാജ്യത്തിന് ആക്രമണം വന്നാൽ തീർച്ചയായിട്ടും തിരിച്ചടിക്കുന്ന കാര്യം സംശയമില്ല. പക്ഷേ ഇസ്രായേൽ ആക്രമിച്ചാലോ? തിരിച്ചടിക്കില്ല. ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചു, മൗനം പാലിച്ചു. അവരുടെ എല്ലാ സംവിധാനങ്ങളും പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ നൂതനപരമായിരിക്കുന്ന സംവിധാന കാര്യങ്ങൾ പോലും ചലിക്കാൻ പറ്റാത്ത വിധം ഒരു ഇസ്രായേലിൻ്റെ ഒരു മിസൈൽ ആക്രമണം അല്ലെങ്കിൽ യുദ്ധവിമാനം കടന്നു കയറിയിട്ട് ബോംബാക്രമണം നടത്തിയിട്ട് അങ്ങനെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. അതാണ് ഇറാൻ മുമ്പ് പറഞ്ഞു വെച്ചത്. നിങ്ങൾ ഒരിക്കലും അമേരിക്കയെ വിശ്വസിക്കുക, അവർ ചതിക്കും, അവരുടെ ചതിക്കുപ്പായം തുന്നിയിട്ടാണ് അവർ നടക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലാകാത്തതുകൊണ്ടാണ് അവരെ നിങ്ങൾ മടിയിൽ ഇരുത്തരുത് എന്ന് ആവർത്തിച്ച് പറയുന്നതിൻ്റെ കാര്യം അതാണ്. നമ്മൾ അവരുടെ വിഷയം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ഇസ്രായേലിനെ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ ചർച്ചയ്ക്ക് വിളിക്കേണ്ട കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ടാണ് അമേരിക്ക സംസാരിക്കുന്നത്. മാത്രമല്ല, ഇറാനും ഇസ്രായേലും തമ്മിലൊരു ചർച്ച എന്ന് പറയുന്ന സമയത്ത് ആ ചർച്ച എവിടെയും എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പം തന്നെ ലെബനാനുമായിട്ട് ചർച്ച. ലെബനാനിലെ ആരുമായിട്ടാണ് ചർച്ച? ലെബനാനിലെ ഔദ്യോഗികമായിരിക്കുന്ന സർക്കാരുമായിട്ടാണ് ചർച്ച നടത്താൻ തീരുമാനിച്ചത്. അവിടെ യുദ്ധം നടത്തുന്നത് ലെബനാനിലെ ഔദ്യോഗിക സർക്കാരാണോ? അല്ല. അവിടുത്തെ ഹിസ്ബുള്ള ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഇറാൻ മിലീഷ്യ വിഭാഗമാണ്, ആ സായുധ സംഘമാണ് ചർച്ച നടത്തുന്നത്.
അവരുമായിട്ട് ഇരിക്കുന്നുണ്ടോ? ഇരിക്കുന്നില്ല. ഇവിടെ ഗസയുമായിട്ട് വിഷയം ഉണ്ടായ സമയത്ത് ഹമാസിൻ്റെ ആളുകളുമായിട്ട് അമേരിക്ക ചർച്ച നടത്തി. അത് നമ്മൾ കണ്ടതാണ്. പല വട്ടത്തിലും ചർച്ച നടത്തി. ഹമാസിൻ്റെ പ്രതിനിധികൾ ചർച്ച നടത്തുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ ആളുകൾ മാറി നിൽക്കുന്നു. അപൂർവമായിട്ടാണ് ഖത്തറിൽ വെച്ചിട്ട് ഇസ്രായേലിൻ്റെ പ്രതിനിധിയും ഹമാസിൻ്റെ ആളുകളും ചർച്ച നടത്തിയത്. അത് നേർക്കെ ചർച്ച നടത്തിയിട്ടില്ല എന്നും പറയുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ചർച്ച നടത്തുക, അതിൻ്റെ വിവരങ്ങൾ മറ്റവരോട് പറഞ്ഞു കൊടുക്കുക, ആ തരത്തിലൊക്കെയാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. ഇപ്പോൾ അമേരിക്ക ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന വിഷയമുണ്ട്. 35,000-ഓളം ആളുകളെ കൂട്ടക്കൊല ചെയ്ത ഒരു രാജ്യമാണ് ഇപ്പോൾ ഇറാൻ ഭരിക്കുന്നത്. ആഭ്യന്തര കുഴപ്പവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടാണ് ആര് പറയുന്നത്? ഇറാൻ ആ കാര്യം പറഞ്ഞത്. അത്ര ആൾക്കാർ മരിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ള മറ്റൊരു വിഷയം. എന്നാൽ ഈ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ 2 വർഷം മുമ്പ് നമുക്കറിയാം, ലെബനാനിൽ ഇസ്രായേൽ നടത്തിയ ക്രൂരത എന്ന് പറയുന്ന സമയത്ത് പേജർ സ്ഫോടനം നടത്തി. അത്തരമൊരു സംഭവങ്ങൾ ഏതെങ്കിലും രാജ്യത്തുണ്ടായാൽ ആ രാജ്യത്തിന് ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട്, ആ പ്രവൃത്തി ചെയ്ത രാജ്യത്തിന് ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് വലിയ സമ്മർദ്ദത്തിലാക്കുകയും ഒരുപക്ഷെ ഭരണ സംവിധാനത്തെ പോലും അട്ടിമറിക്കുന്നിടത്തേക്ക് അമേരിക്ക ആ രാജ്യത്തെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. പേജർ എന്ന് പറയുന്നത് ചതിയാണ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ പോലെ തന്നെയാണ് പേജർ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഈ മേഖലയിൽ, ലെബനാൻ മേഖലയിലൊക്കെ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന ഈ പേജർ സംവിധാനമാണ്. ആ പേജർ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരേ സമയത്ത് പൊട്ടിത്തെറിക്കുന്നു എന്ന് പറയാൻ, അതിൽ പ്രത്യേകമായിരിക്കുന്ന ഈ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ വെക്കുകയും അതിൽ പ്രത്യേക ഒരു മെസ്സേജ് വരികയോ മറ്റെന്തോ ഒരു കൺട്രോൾ പ്രകാരമാണ് അതിൽ 35 മുതൽ 100-ലടുത്ത് ആളുകൾ കൊല്ലപ്പെടുകയും 2000-ഓളം ആളുകൾക്ക് പരിക്കേറ്റുകയും ചെയ്തു. ചരിത്രത്തിൽ ഇന്ന് വരെ ഇത്തരമൊരു മനുഷ്യൻ ഉപയോഗിക്കുന്ന വസ്തുവിൽ ചതിപ്രയോഗത്തിലൂടെ സ്ഫോടക വസ്തു നിറച്ചിട്ട് ആളുകളെ കൊല്ലുന്ന ഒരു പരീക്ഷണം നടത്തിയിട്ടില്ല. അമേരിക്ക മൗനം പാലിച്ചു, ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അതിനെതിരെ എന്തെങ്കിലും അന്വേഷണം നടത്തണമെന്ന് പോലും പറഞ്ഞിട്ടില്ല. എന്താ അതിൻ്റെ കാര്യം? ചെയ്തത് ഇസ്രായേലാണ്. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് നിലനിർത്തുക എന്നുള്ളത് അമേരിക്കയുടെ ആവശ്യമാണ്. അതുകൊണ്ട് ഒരു ചർച്ചയിലും ഇസ്രായേലിനെ വിളിക്കില്ല, അതിൻ്റെ ആവശ്യമില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട്, ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനൊരു ചർച്ച നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഇറാൻ സമ്മതിക്കില്ല. ഇസ്രായേൽ പോയിക്കൊള്ളണമെന്നില്ല. എത്തിക്കാണെങ്കിൽ തന്നെ മറ്റു തരത്തിലേക്ക് അത് പോകും. അത് ഹമാസായിട്ടാണെങ്കിൽ അങ്ങനെ തന്നെയാണ് വിഷയം. ലെബനാനിൽ നമ്മൾ പറഞ്ഞല്ലോ, ലെബനാനിൽ സംഭവം ചർച്ച നടത്തുന്നത് ലെബനാൻ്റെ സർക്കാരുമായിട്ടാണ്. പ്രശ്നമുള്ള അവിടുത്തെ ഹിസ്ബുള്ള ഗ്രൂപ്പുമായിട്ടാണ്. ഹിസ്ബുള്ള ഗ്രൂപ്പും ഇവരും നമ്മൾ ചർച്ച നടത്തുന്നില്ലല്ലോ. ഇതെല്ലാം ഒരു നാടകത്തിൻ്റെ ഭാഗമാണ്. അമേരിക്ക എഴുതി തയ്യാറാക്കുന്ന നാടകം, അതിനനുസരിച്ച് നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇസ്രായേൽ എന്ന് ചുരുക്കം.